നമസ്കാരം. തൊപ്പി തെറിപ്പിക്കാൻ രമേശ്, കൂട്ടിന് ഷൗക്കത്തലി. DGP മോഹം പാതി വഴിയിൽ പടിയിറങ്ങി പിണറായി ഭക്തൻ. ഷൗക്കത്തലിയുടെ റിപ്പോർട്ട് കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ADGP MR അജിത് കുമാറിൻ്റെ തൊപ്പി തെറിപ്പിക്കുന്നതിനെക്കുറിച്ച് ചെന്നിത്തലയ്ക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടി വന്നതേയില്ല. അങ്ങനെ DGP മോഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിണറായി ഭക്തൻ പടിയിറങ്ങുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനപ്രകാരം ARൻ്റെ ശിഷ്ടജീവിതം ജയിലിലാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വഴി തുറക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേസ് അട്ടിമറിച്ചതിലും തെളിവുകൾ നശിപ്പിച്ചതിലും അന്നത്തെ ADGP MR അജിത് കുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. SP ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് കൃത്യമാണ് എന്നുള്ള വിലയിരുത്തലടക്കം വന്നു കഴിഞ്ഞു. SIT റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DGP തേടിയ നിയമോപദേശവും ADGPക്ക് കടുത്ത തിരിച്ചടിയാകുമെന്നുള്ളതാണ്. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് DGP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാലുടൻ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇതോടൊപ്പം ADGPയുടെ ഓഫീസിലെ 2 SIമാർക്കെതിരെയും വൻ നടപടി ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കാളികളായിട്ടുള്ള മർദ്ദനക്കേസിൽ നിന്നും രക്ഷപ്പെടാൻ ഉന്നതതല ഇടപെടൽ നടന്നെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയപ്പെടുന്നത്. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ADGPയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തിരുത്തുകയായിരുന്നുവെന്ന് SIT റിപ്പോർട്ടിൽ അടിവരയിടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസുമാരുടെയും SP-മാരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയാണ് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2024 അന്വേഷണ ഉദ്യോഗസ്ഥരെ MR അജിത് കുമാർ തൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തിയതായിട്ട് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. കേസ് ഡയറിയും ഒപ്പം തന്നെ അന്തിമ റിപ്പോർട്ടും തിരുത്താൻ ADGP കർശനമായിട്ട് നിർദ്ദേശം നൽകിയെന്ന് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ കോഴിക്കോട് കമ്മീഷണറായിട്ടുള്ള ഷൗക്കത്തലിയുടെ റിപ്പോർട്ട് ആർക്കും തള്ളാനാകില്ല, അത്രത്തോളം പെർഫെക്റ്റാണ്. ADGP ഓഫീസിലെത്തിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് യഥാർത്ഥ റിപ്പോർട്ട് വാങ്ങി അട്ടിമറിച്ച തിരുത്തിയ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് കോടതിയിൽ എത്താതിരിക്കാനും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാനും നടത്തിയ ഈ നീക്കം പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ SITയുടെ ചോദ്യം ചെയ്യൽ ഉദ്യോഗസ്ഥർ സത്യം തുറന്നു പറഞ്ഞതോടെ അജിത് കുമാറിൻ്റെ പ്രതിരോധം പൂർണ്ണമായിട്ടും തകരുകയായിരുന്നു. വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശനമായിട്ടുള്ള നിലപാടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. തെറ്റ് ചെയ്തത് എത്ര ഉന്നതനായ ഉദ്യോഗസ്ഥരാണെങ്കിലും സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ ക്രമക്കേട് കാട്ടിയവരെ പുറത്തു നിർത്തണമെന്ന നിലപാടിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ADGP ഓഫീസിലെ നിർണായകമായുള്ള ചുമതലകൾ വഹിച്ചിരുന്ന 2 SIമാരും കേസ് അട്ടിമറിക്കുവാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്ക് ശുപാർശയുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണെങ്കിലും നിയമവിരുദ്ധമായിട്ട് റിപ്പോർട്ട് തിരുത്തിയ മറ്റുദ്യോഗസ്ഥർക്കും നടപടി നേരിടേണ്ടി വരും. DGP തേടിയ നിയമോപദേശം ലഭിച്ചാലുടൻ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രി സതീശനും കൈമാറും. സർവീസിലിരിക്കെ സസ്പെൻഷൻ നേരിടേണ്ടി വരുന്നത് അജിത് കുമാറിൻ്റെ കരിയറിൽ വൻ തിരിച്ചടിയാകും. IG ഷൗക്കത്തലിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണ മികവാണ് കേസിൽ നിർണായകമായത്. പോലീസ് സേനയ്ക്കുള്ളിലെ രാഷ്ട്രീയ സ്വാധീനത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് VD സതീശൻ സർക്കാരിൻ്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും തീരുമാനം. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കേസ് അട്ടിമറിക്കുവാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലായിരിക്കും നടപടികൾ നടക്കാൻ പോകുന്നത്. ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാർ മാറി നിൽക്കേണ്ടി വരുന്നതോടെ പോലീസ് ഉന്നത തലത്തിൽ വലിയ അഴിച്ചുപണിക്ക് കളമൊരുങ്ങും. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള സൂചനകൾ. ഷൗക്കത്തലിയുടെ റിപ്പോർട്ട് കൃത്യമായിരുന്നത് കൊണ്ട് തന്നെ ADGP MR അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കുന്നതിനെക്കുറിച്ച് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ DGP മോഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിണറായി ഭക്തന് പടിയിറങ്ങേണ്ടി വരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനം ഇനിയുള്ള MRൻ്റെ ശിഷ്ടജീവിതം ജയിലിലാകുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്.